നവജീവിത ബലിയിതുമോദാം. വീണ്ടും ഒരു ബലിയർപ്പണവേദിയൊരുങ്ങി, സ്നേഹത്തിൻ പൂജാർപ്പണവേദിയൊരുങ്ങി. പാടാമൊരു വനമായി സ്തുതികീർത്തനമേകാൻ, ചേരാമൊരു നവജീവിത ബലിയിതുമോദാം. അപ്പോൾ ഇന്ന് അച്ഛൻ്റെ ഓർഡിനേഷൻ ഡേ ആണ്. നമ്മളെല്ലാവരും പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. സോ കൺഗ്രാജുലേഷൻ ആൻഡ് വി പ്രേ ഫോർ യുവർ ന്യൂ മിഷൻ ആൻഡ് ഓൾ ദ ബ്ലെസ്സിംഗ്. ലെറ്റ് us വൺസ് ഒരു കരമുയർത്തി നമുക്ക് അച്ഛന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ഓർഡിനേഷനിലൂടെയുള്ള എല്ലാ അഭിഷേകവും ഈ വരദാന അഭിഷേക ധ്യാനത്തിന്റെ അവസാനമായി ജ്വലിപ്പിക്കണമേ. എല്ലാ വരദാനങ്ങളും ജ്വലിപ്പിക്കണമേ. അച്ഛനിൽ കർത്താവ് നൽകിയിട്ടുള്ള പ്രോമിനന്റ് ആയിട്ടുള്ള എല്ലാ വരങ്ങളും ജ്വലിപ്പിക്കണമേ. അച്ഛനെ തുടർന്നുള്ള ഓസ്ട്രേലിയയിലുള്ള മിഷനിലേക്ക് പ്രത്യേകം ആത്മാവിനാൽ നയിക്കപ്പെടണം. മൈക്കോടെ അച്ഛൻ്റെ മൈക്ക് ഇതൊന്ന് കുത്തിയാൽ ഈശ്വര പ്രിയപ്പെട്ടവരെ, 11 വർഷമായി തിരുപ്പട്ടം കിട്ടിയിട്ട്. 11 വർഷം മുമ്പ് 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഈ തിരുപ്പട്ടം കിട്ടിയത്. 2 മണിക്കായിരുന്നു. നന്ദിയുടെ ഈ ബലി നിങ്ങൾക്കൊപ്പം അർപ്പിക്കാൻ പറ്റുന്നതിൽ ഐ എം സോ ഹാപ്പി. ഫെഡറിക് അവസാനം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ജീവിതം ക്രമപ്പെടുത്താൻ ബുദ്ധിമുട്ടാണെങ്കിൽ എല്ലാ ദിവസവും രാവിലെ തന്നെ പോയി ബലിയർപ്പിച്ചാൽ മതിയെന്ന്. നേരത്തെ ബ്രദർ പേഴ്സണൽ പ്രയർ പറ്റി പറഞ്ഞല്ലേ, അത് രാവിലെ നിങ്ങൾക്ക് കുർബാന ദിവസം മുഴുവൻ പാളിപ്പോകുന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ പോയി ബലിയർപ്പിച്ചാൽ മതിയെന്ന്. അത് ആർക്കെങ്കിലും ബലിയർപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ, ഡെയിലി മാസം മിസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ആ ഒരു പ്രത്യേക കൃപയ്ക്ക് വേണ്ടി ഈ ഒരു ബലി നമുക്ക് പ്രത്യേകമായിട്ട് അർപ്പിക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും കാഴ്ചയായി പരിശുദ്ധ അൾത്താരിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്കൊന്ന് ചേർന്ന് സ്നേഹത്തിൻ്റെ ഈ ബലി ഭക്തിയോടും താല്പര്യത്തോടും വിശുദ്ധിയോടും കൂടെ അർപ്പിക്കാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടി ബലി അർപ്പിക്കാം. നവമൊരു പീഠമൊരുക്കീടാം, ഗുരുവിൻ സ്നേഹമോടിയാകം തിരുമുൻപാകെ അണച്ചിടാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടി ബലി അർപ്പിക്കാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം, ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം, ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം, ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ,
അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരയണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാവരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രന് നൽകുവാൻ തക്കവിധം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ച അങ്ങയുടെ അനന്തകാരണത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച മിശിഹാ കർത്താവിനെ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായി ഏറ്റുപറഞ്ഞ് ഞങ്ങൾ ആരാധിക്കുന്നു. വിശുദ്ധ രഹസ്യങ്ങൾ യോഗ്യതയുടെ പരികർമ്മം ചെയ്യാനും മനുഷ്യാവതാരത്തിന്റെ മഹനീയ ഫലങ്ങൾ തേടാനും ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. അനുബന്ധം 1 സങ്കീർത്തനമാണ്. പേജ് നമ്പർ 449. പുറകിൽ നിന്ന് ഏറ്റവും പുറകിൽ നിന്ന് 3-ാമത്തെ 4-ാമത്തെ പേജ്. പേജ് നമ്പർ 449. അഖില കീർത്തനത്തിനും അർഹനായ ദൈവമേ, ഉചിതമാണു മധുരമാം ദിവ്യനാമ കീർത്തനം. പണിയുമങ്ങു പാലകൻ ഒരു ഗണത്തിലാർക്കുമീ തകരുമേതു ഹൃദയവും ശാന്തി കാൺമതങ്ങയിൽ കനിവെഴുന്നൊരങ്ങിലി ഭുവന ദുഃഖമുക്തിയും പേരിടുന്നു പാവനൻ ഉന്നത പ്രതാപനായി വാണിടുന്നു പാലകൻ. അഖില ലോകനായകൻ അറിവ് പൂർണ്ണമായവൻ താഴ്ത്തിടുന്നു ദുഷ്ടരെ താങ്ങിടുന്നു ശിഷ്ടരെ. കീർത്തനങ്ങൾ പാടിടാം വാഴ്ത്തിടാം മഹേശ്വരനെ. കിന്നരങ്ങൾ മീട്ടിയ നാമഗീരി പാടിടാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂട് നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യമാകോന്നതമാം ഉദ്ധാരം നീ അരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനാം സർവേശ, പരിപാവനാം ബലവാനേ, പരിപാവനാം
അമർത്യനേ കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ നീ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം 15 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ കർത്താവെ ആശീർവദിക്കുന്നു. മിശിഹ സഹോദരൻ അനുഗ്രഹിക്കട്ടെ. ആകയാൽ ദൈവമഹത്വത്തിനായി ക്രിസ്തു നിങ്ങളെ സ്വീകരിച്ചതുപോലെ നിങ്ങൾ അന്യോന്യം സ്വീകരിക്കുന്നു. ദൈവത്തിന്റെ സത്യനിഷ്ഠ വെളിപ്പെടുത്താൻ വേണ്ടി ക്രിസ്തു പരിച്ഛേദതക്ക് ശുശ്രൂഷകനായി എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അങ്ങനെ പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദാനം സ്ഥിരീകരിക്കപ്പെട്ടു. കൂടാതെ ദൈവകാരുണ്യത്തെ കുറിച്ച് വിജാതിയർ അവിടുത്തെ പ്രകീർത്തിക്കുന്നതിന് ഇടയാവുകയും ചെയ്തു. ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു: ആകയാൽ വിജാതിയരുടെ ഇടയിൽ ഞാൻ അങ്ങയെ സ്തുതിക്കും, അങ്ങയുടെ നാമത്തിന് കീർത്തനം പാടും. മാത്രമല്ല, വിജാതിയരെ നിങ്ങൾ അവിടുത്തെ ജനത്തോടൊത്ത് ആനന്ദിക്കുവിൻ എന്നും പറയപ്പെട്ടിരിക്കുന്നു. സമസ്ത വിജാതിയരെ കർത്താവിനെ സ്തുതിക്കുവിൻ, സമസ്ത ജനങ്ങളും അവിടുത്തെ സ്തുതിക്കട്ടെ എന്ന് മറ്റൊരിടത്തും പറഞ്ഞിരിക്കുന്നു. ജസയിൽ നിന്നൊരു മുള പൊട്ടി പുറപ്പെടും, വിജാതിയരെ ഭരിക്കാനുള്ളവൻ ഉദയം ചെയ്യും. വിജാതിയർ അവനിൽ പ്രത്യാശ വയ്ക്കുമെന്ന് യേശയ്യായും പറയുന്നു. പ്രത്യാശയുടെ ദൈവം നിങ്ങളുടെ വിശ്വാസത്താൽ സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കട്ടെ. അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധി പ്രാപിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, നിന്റെ വചനം വായിക്കുകയും ധ്യാനിക്കുകയും ഹല്ലേലൂയ ഹല്ലേലൂയ പാടിയിടുന്നേ. ഹല്ലേലൂയ ഹല്ലേലൂയ നല്ലൊരാശ്രയമെന്മനതാരിൽ വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു. രാജാവിൻ മുൻപിൽ കീർത്തന മധുവായി ഞാനതൊഴുക്കിടട്ടെ. ഏറ്റമനുഗ്രഹപൂരിത കവിത തുലിക പോലെന്നാവിപ്പോ ആദനുമതുപോൽ സുതൻ പരിശുദ്ധാത്മാവിനും സ്തുതി ഉയരട്ടെ. ആദിമുതൽക്കേന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ആമേൻ. ഹല്ലേലൂയ പാടിയിടുന്നേ. ഹല്ലേലൂയ 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 പാടിയിടുന്നേ. ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധമത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 2:13 മുതലുള്ള തിരുവചനങ്ങൾ. അവർ പോയി കഴിഞ്ഞപ്പോൾ കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ജോസഫിനോട് പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക. ഞാൻ പറയുന്നതുവരെ അവിടെ താമസിക്കുക. ഹെരോദോസ് ശിശുവിനെ വധിക്കുവാൻ വേണ്ടി ഉടനെ അന്വേഷണം തുടങ്ങും. അവൻ ഉണർന്ന് ശിശുവിനെയും അമ്മയെയും കൂട്ടി ആ രാത്രി തന്നെ ഈജിപ്തിലേക്ക് പോയി. ഹെരോദോസിന്റെ മരണം വരെ അവിടെ വസിച്ചു. ഈജിപ്തിൽ നിന്ന് ഞാൻ എൻ്റെ പുത്രനെ വിളിച്ചു എന്ന് പ്രവാചകനിലൂടെ കർത്താവ് അരുളി ചെയ്തത് പൂർത്തിയാകുവാനാണ് ഇത് സംഭവിച്ചത്. ജ്ഞാനികൾ തന്നെ കബളിപ്പിച്ചെന്ന് മനസ്സിലാക്കിയ ഹെരോദോസ് രോഷാകുലനായി.
അവരിൽ നിന്ന് മനസ്സിലാക്കിയ സമയമനുസരിച്ച് അവൻ ബേത്ലഹേമിലെയും സമീപപ്രദേശങ്ങളിലെയും 2 അതിൽ താഴെയും വയസ്സുള്ള എല്ലാ ആൺകുട്ടികളെയും ആളയച്ച് വധിച്ചു. ഇങ്ങനെ ജെറമിയ പ്രവാചകൻ വഴി അരുളി ചെയ്യപ്പെട്ടത് പൂർത്തിയായി. റാമായിൽ ഒരു സ്വരം, വലിയ കരച്ചിലും മുറവിളിയും. റാഹേൽ സന്താനങ്ങളെ കുറിച്ച് കരയുന്നു, അവളെ സാന്ത്വനപ്പെടുത്തുക അസാധ്യം, എന്തെന്നാൽ സന്താനങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഹെരോദോസിന്റെ മരണത്തിന് ശേഷം ഈജിപ്തിൽ വെച്ച് കർത്താവിന്റെ ദൂതൻ ജോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് മടങ്ങുക. വേറൊരു പ്രോഫസി പൂർത്തിയാവുമെന്ന് തോന്നുന്നു. ഞാൻ പട്ടത്തിന് സമയത്ത് ഇങ്ങനെ തീരുമാനിച്ചായിരുന്നു വളരെ സിമ്പിളായിട്ട് പട്ടം നടത്തണം. അതുകൊണ്ട് ഞാൻ ഈ സാധനങ്ങളൊക്കെ ഒഴിവാക്കിയായിരുന്നേ. ക്യാമറയും വീഡിയോയും ലൈവും റെക്കോർഡിംഗ് ഒന്നും ഇല്ലായിരുന്നു. കാരണം എൻ്റെ 11ാം വാർഷികത്തിലാണ് ക്യാമറയും റെക്കോർഡിംഗ് ഒക്കെ വെച്ചിട്ട് ഡിജിറ്റലായിട്ട് കുർബാന ചെല്ലാനായിട്ട് എനിക്ക് ദൈവം അവസരം തന്നത്. ഇന്ന് തിരുസഭയിൽ 2 തിരുനാളുകളുണ്ട്. ഒന്ന് കുഞ്ഞിപ്പൈതങ്ങൾ തിരുനാളാണെന്ന് 28-ാം തീയതി. രണ്ടാമത്തെ തിരുനാൾ ഇന്ന് ലാറ്റിൻ ട്രഡീഷനിൽ വർഷത്തിലെ അവസാനത്തെ ഞായറാഴ്ചയാണ്. അത് തിരുക്കുടുംബത്തിൻ്റെ തിരുനാളാണ്. അങ്ങനെ നമ്മൾ 2 വലിയ തിരുനാളുകളാണ് ഇന്ന് ആഘോഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി പ്രാർത്ഥിക്കാനുണ്ട് ഈ ബലി. ഞാൻ ആദ്യം ഇത് നന്ദിയുടെ ബലി, എല്ലാ പരിശുദ്ധ ബലികളും നന്ദിയുടെ ബലികളാണ്. എന്നാൽ നമുക്ക് പ്രത്യേകമായിട്ട് ഈ ബലിയിൽ കുഞ്ഞിപ്പൈതങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കാനുള്ള നമ്മുടെ വിളിയുടെ ഭാവം കൂടിയാണ്. ഏഞ്ചൽ സാറിൻ്റെ ഒരു പ്രത്യേക വെള്ളിയുടെ, അതുകൊണ്ട് തന്നെ ഏഞ്ചൽ സാറിൻ്റെ ഒരു സ്പെഷ്യൽ കുർബാന ദിവസം കൂടിയാണ്. നമ്മൾ ഉദരത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾ, അതിനുശേഷം ബ്രദർ ഇപ്പോൾ പറഞ്ഞതുപോലെ നമ്മൾ കൂടുതലായിട്ട് പ്രാർത്ഥിക്കേണ്ട വലിയ കുഞ്ഞുങ്ങൾ, ടീനേജിലും യൂത്തിലും കല്യാണം കഴിഞ്ഞവരുമായ കുഞ്ഞുങ്ങൾ, അവരെയൊക്കെ ഓർത്ത് കരഞ്ഞ് പ്രാർത്ഥിക്കാനുള്ള, അവരുടെയൊക്കെ വിളി അവർക്ക് ജീവിക്കാനുള്ള വലിയ കൃപ കിട്ടാനുള്ള, പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ അവർ നിറയാനുള്ള വലിയൊരു പ്രത്യേക നിയോഗം നമുക്ക് ഈ ബലിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് അബോർഷനെതിരെ നമുക്ക് പ്രത്യേകമായിട്ട് ഈ ബലി ഒരു ഡെലിവറൻസ് മാസമായിട്ട് തന്നെ നമുക്ക് അർപ്പിക്കാം. ഒപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ശക്തമായ പ്രൊട്ടക്ഷനായിട്ട് ഒരു ബബിൾ ഓഫ് ഫയർ നമുക്ക് ഈ പരിശുദ്ധ ബലി മാറാൻ വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഇനി അടുത്ത ഇൻറ്റൻഷൻ നമ്മുടെ 2ാമത്തെ വിളിയാണ്. അത് തിരുക്കുടുംബം. അത് നിങ്ങളുടെ പർട്ടിക്കുലർ വിളിയുടെ ഭാഗമായിട്ടുള്ള നമ്മുടെ എല്ലാ കുടുംബങ്ങളും വിശുദ്ധീകരിക്കപ്പെടണം എന്നൊരൊറ്റ ആഗ്രഹം കർത്താവിനുള്ളൂ. പണ്ട് എൻ്റെ കൂട്ടുകാരനായ കൊച്ചച്ഛൻ്റെ പ്രസംഗം ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്. അവനൊരു കല്യാണത്തിൽ ബ്ലെസ് ചെയ്യാണ്. ബ്ലെസ് ചെയ്ത് പറയാണ്, തിരുക്കുടുംബം പോലാവട്ടെ, മക്കളുടെ എണ്ണത്തിൻ്റെ കാര്യത്തിലല്ല, തിരുക്കുടുംബം പോലാവട്ടെ. ആ കേട്ടിരുന്ന ആർക്കും മനസ്സിലായില്ല, കേട്ടിരുന്ന ആർക്കും. ഞാൻ മാത്രം ഒറ്റയ്ക്ക് ജീവിച്ചിട്ട് എഴുന്നിട്ട് പോയി. അപ്പോൾ നമുക്കെന്തായാലും ദൈവാനുഗ്രഹത്താൽ നിറച്ച കുഞ്ഞുങ്ങളും വലിയ കുടുംബവും ദൈവം തന്നു. അവരെല്ലാവരെയും, അതോടെ ടാസ്ക് കൂടി, എല്ലാവരെയും വിശുദ്ധീകരിക്കപ്പെടാനുള്ള പ്രത്യേകമായ നിയോഗവും പ്രത്യേകമായ പരിശ്രമവും കൂടുതൽ അധ്വാനവും നമുക്ക് കർത്താവ് തന്നു. ഞാൻ ഇന്ന് രാവിലെ പോകുന്ന ഒരു ട്രെയിനിൽ നിന്ന് ചുമ്മാ ഒരു ആർട്ടിക്കിൾ വായിക്കുമായിരുന്നു. അതിനകത്ത് കുടുംബത്തെ പറ്റിയുള്ള ആർട്ടിക്കിളായിരുന്നു. അതിനകത്ത് മനോഹരമായ ഒറ്റ വാചകം മാത്രം എനിക്ക് സ്ട്രൈക്കായി. അത് ഇപ്രകാരമായിരുന്നു: എ ഹോം നെവർ ബി എ കോർട്ട് റൂം ബട്ട് ടു ബി എ കൺഫെഷണൽ. ഒരിക്കലും ഒരു കുടുംബം ഒരു കോർട്ട് റൂം ആവരുത്, ഒരു കൺഫെഷണൽ ആവണം. അതൊരു റിട്ടയർഡ് ജഡ്ജ് നടത്തുന്ന ഒരു ഫാമിലിക്കുള്ള ടോക്കിൽ പുള്ളി പറയുന്നതാണ്. അപ്പോൾ പുള്ളി പറയാണ്, എല്ലാ കോടതിയിലും 2 അറ്റോർണിമാർ കാണും വാദിക്കാൻ, 2 വക്കീൽമാർ കാണും. അവർ വാദിച്ച് അത് കുളമാക്കും. എന്നിട്ട് ഒന്നും പറ്റാതെ ജഡ്ജി ആർക്കും കൂടുതൽ ബാധിച്ചവർക്കും കൂടുതൽ തെളിവുകൾക്കും വേണ്ടി അവർ കൊടുക്കും. അതുകൊണ്ട് ആരും വിജയിക്കാതെ ഹർട്ടായിട്ട് മാത്രമേ ആ കോർട്ട് റൂമിൽ എല്ലാ ദിവസവും ഇറങ്ങിപ്പോകുന്നുള്ളൂ. ഒരിക്കലും 2 പേരും സന്തോഷത്തിൽ ഇറങ്ങിപ്പോകുന്ന കോടതികൾ ചുരുക്കമാണ്. അതുകൊണ്ട് പറയാണ്, എ ഫാമിലി മസ്റ്റ് ബി എ കൺഫെഷണൽ. ഒരു കുമ്പസാരക്കൂട് പോലെ ആയിപ്പോട്ടെ. ഞാനിപ്പോൾ ഇന്നത്തെ വചനം വായിച്ചപ്പോഴത്തേക്ക് അത് തന്നെ എനിക്ക് തോന്നിയത്. ഈ കപ്പിൾസ് തമ്മിൽ വഴക്കിട്ടതായിട്ട് പറയുന്നില്ല, മാതാവും യോസേപ്പിതാവും. അവർക്ക് വഴക്കിടാൻ ഒത്തിരി കാരണങ്ങളുണ്ടായിരുന്നു. എല്ലാ ഡിസിഷൻ എടുത്തപ്പോഴത്തേക്കും ഇപ്പോൾ അവസാനം ഇറങ്ങി ഓടേണ്ടി വന്നു. യോസേപ്പിതാവിനെ കെയർ ചെയ്യാൻ പോലും പറ്റാത്തൊരു തോൽവി ഭർത്താവായിട്ടൊക്കെ മാറുന്നുണ്ട്. വീട് പോകുന്നു, നാട് പോകുന്നു. നമ്മൾ പറയുന്നത് ഇപ്പോൾ നമ്മൾ ബംഗാളികളൊക്കെ താമസിക്കാൻ വേണമെന്ന് നിൽക്കുന്ന പോലെ കഷ്ടപ്പെട്ട് മനുഷ്യങ്ങൾ താമസിക്കാൻ വരുന്നു. കഴിഞ്ഞ ദിവസം പാലക്കാടുള്ള അടിച്ചു പോകുന്നു. അതുപോലെ യോസേപ്പിതാവ് മാതാവിനായിട്ട് പോയപ്പോൾ എത്രയോ ത്രെഡ്ഫുള്ളായ സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കും. പക്ഷെ വൈ ദേ നെവർ കോർണൽഡ്? ജസ്റ്റ് ബിക്കോസ് ദേ ഹാവ് വൺ ലാംഗ്വേജ്, ദാറ്റ്സ് ഹോളി സ്പിരിറ്റ്. ബാബേൽ ഗോപുരത്തിൽ ഭാഷ ചിത്രിക്കപ്പെട്ട് തകർന്നു പോയ പോലെ, പെന്തക്കോസ്തായിൽ ഭാഷ ഒന്നാക്കപ്പെട്ടതുപോലെ എല്ലാ കുടുംബത്തിലും നമുക്ക് പ്രാർത്ഥിക്കാനുള്ള ഏക കാര്യം അത് മാത്രമേ ഉള്ളൂ: പരിശുദ്ധാത്മാവിൽ നമ്മുടെ ഭാഷ, നമ്മുടെ നാവ് ഒന്നാവട്ടെ.
അവിടെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടെങ്കിലും ദൈവഹിതം എന്ന് നടത്താൻ വേണ്ടി നമ്മൾ അധ്വാനിച്ചുകൊണ്ടിരിക്കും. ആ ദൈവഹിതമാണ് ഒന്നാക്കപ്പെടുന്ന ഭാഷ. അതുകൊണ്ട് നമുക്ക് നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും, നമുക്ക് പ്രത്യേകിച്ച് അറിയാവുന്ന കുടുംബങ്ങളെ, ഭാഷ ചിതറിക്കപ്പെട്ടു പോയ കുടുംബങ്ങളെ, അകന്നുപോയ കുടുംബങ്ങളെയൊക്കെ ഈ ബലി പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവരുടെയൊക്കെ ഭാഷ ഒന്നാവട്ടെ. അവർക്ക് പരിശുദ്ധാത്മാവ് പാരൻറ്റിങ് സ്കിൽസ് കൊടുക്കട്ടെ. പരിശുദ്ധാത്മാവ് പ്രത്യേകിച്ച് അവരുടെ പാർട്ട്ണർക്ക് വേണ്ടി മനസ്സിലാക്കാനുള്ള സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കട്ടെ. ഈ ഒരു ബലി നമുക്കതുകൊണ്ട് നമ്മുടെ മക്കൾക്കും പ്രത്യേകിച്ച് നിങ്ങളുടെ തന്നെ വൈവാഹിക ജീവിതത്തിൻ്റെ പ്രത്യേകമായ നിയോഗങ്ങൾക്കും വേണ്ടി ഈ പരിശുദ്ധ ബലി നമുക്ക് ഏറ്റവും പ്രത്യേകമായിട്ട് അർപ്പിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ നിന്ന് മനുഷ്യനായി പ്രഥമിച്ചായി ധ്യാനിച്ചുകൊണ്ട് ദൈവമേ ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു എന്നേക്ക് പറയാം. വിനീതരായ ആട്ടിടയരെയും ജ്ഞാനികളായ രാജാക്കന്മാരെയും ദിവ്യശിശുവിന്റെ സദസ്സിലേക്ക് നയിച്ച ദൈവമേ മാതൃക കാട്ടുകയും സമാധാനം പ്രത്യാശയും നൽകി ലോകത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത ദൈവമേ പാപം മൂലം അടയ്ക്കപ്പെട്ട പർദീസായുടെ വാതിൽ തുറന്നു തരുന്നതിനും മനുഷ്യ ശരീരം എടുത്ത് ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുന്നതിനും അങ്ങയുടെ പ്രിയസുതനെ അയച്ച ദൈവമേ തന്റെ ഏകജാതനെ വിശ്വസിക്കുന്നവരാരും നശിച്ചു പോകാതെ അവർക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന് അവനെ നൽകാൻ പറ്റുന്ന ലോകത്തെ അത്രമാത്രം സ്നേഹിച്ച ദൈവമേ ദാസിന്റെ രൂപം ധരിച്ച് കരുത്തൊഴുതൽ പറഞ്ഞ ദിവസുതം വഴി പതിതരെയും പാവപ്പെട്ടവരെയും നല്ലേ ഘടിപ്പിച്ച ദൈവമേ സഭയുടെ സഭ മുഴുവനെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവും മാർലിയോ പ്രധാനവൻ പാപ്പായും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മറഫായൽ മെത്രാപ്പൊലീത്തായും ജോസഫ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും അധികാരിക്കുന്ന ദൈവമേ പുത്രനായ എല്ലാവരെയും രക്ഷിക്കുകയും ശാന്തി സമാധാനം ഞങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ദൈവമേ നമുക്ക് എല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. കർത്താവായ ദൈവമേ, ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ അങ്ങയുടെ തിരുക്കുമാരന് നൽകിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും നീതിമാനായ മാറിയ ഔസേപ്പിനോടും വിനീതരായ അട്ടിടയന്മാരോടും ഒന്ന് ചേർന്ന് ഞങ്ങളും ദിവ്യ പൈതലിനെ സ്വീകരിച്ച് ആരാധിക്കുന്നു. ഞങ്ങളുടെ ചിന്തയിലും പ്രവൃത്തിയിലും വിശുദ്ധ അവതീർണനാകുവാനും ദൈവമക്കൾക്ക് ഉചിതമായ ജീവിതം നയിക്കുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. കർത്താവേ, ശക്തനായ ദൈവമേ, അങ്ങയുടെ അഭിഷിക്തൻ കഠിനമായ പീഡകൾ അനുഭവിച്ച് വീണ്ടെടുത്ത അച്ചക്കണമായ പരിശുദ്ധ കത്തോലിക്ക സഭ അങ്ങയുടേതാകുന്നു. ദൈവ സ്വഭാവത്തിൽ അങ്ങുമായി ഒന്നായിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ യഥാർത്ഥ പൗരോഹിത്യത്തിന്റെ പദവികൾ കൈവപ്പ് വഴി നൽകപ്പെടുന്നു. വിശ്വാസികൾക്ക് ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നതിന് പരിശുദ്ധമായ സഭാ ശരീരത്തിലെ സവിശേഷ അംഗങ്ങളാകുവാൻ നിസ്സാരരും ബലഹീനരുമായ ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി. കർത്താവേ, അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ കാരുണ്യവും അനുഗ്രഹവും ഞങ്ങളുടെയും അങ്ങ് തിരഞ്ഞെടുത്ത ഈ ജനത്തിൻ്റെ മേൽ ഉണ്ടാകുമാറാവട്ടെ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് ഞങ്ങളെ അങ്ങുമായി ബന്ധപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തികളാൽ ജീവിതകാലം യഥോചിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. ാഥ്യമായ ത്രിത്വത്തെ എന്നേക്കും ഞങ്ങൾ സ്തുതിക്കും. ആമേൻ. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിക്കുകയും തന്റെ പീഡാനുഭവത്തിന്റെ അഖിലരുമൊന്നായി സന്നിധിയിൽ മാനവനിരയോടു ചേർന്നേവം പാടാം ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും നീതിമാനായ മാറിയ ഔസേപ്പിന്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ
ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്ന് ഘോഷിക്കട്ടെ. നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെ ഓർമ്മയോടുകൂടെ വിജയം വരിച്ച നീതിമാന്മാരുടെയും മകുടം ചൂടി രക്തസാക്ഷികളുടെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ. നമ്മുടെ രാജാവ് നമ്മോടുകൂടെ, നമ്മുടെ ദൈവം നമ്മോടുകൂടെ, യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായിയും. ചെറിയവരും വലിയവരും നിന്റെ സ്തുത്യർഹമായ ഉത്ഥാനം വഴി നീ മഹത്വത്തോടെ ഉയർപ്പിക്കുന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. നമുക്കൊന്ന് ചേർന്ന് നമ്മുടെ വിശ്വാസം പ്രഘോഷിക്കാം. സർവശക്തനും പിതാവുമായ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവുമായ സകലത്തിന്റെ സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല പിതാവിൽ ജനിച്ചവനും ഏകവുമായ ഈശോമിശിഹായിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിന്റെ കൂടി ഏക സത്യവുമാവുന്നു. അവിടുന്ന് വഴി പ്രപഞ്ച സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യനായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെ ജീവിക്കുന്നവരെ വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏക പരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ലൈംഗികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലേക്ക് ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും. പേജ് നമ്പർ 101. നമ്മൾ തേദോറിന്റെ ക്രമമാണ് ചെല്ലുന്നത്. സകലത്തിന്റെ നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയർമാരും മേജർ ആർച്ച് ബിഷപ്പുമാരും മെത്രാപ്പോലീത്തമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, നഷ്ടപ്പെട്ടവരെ കണ്ടെത്തുകയും നമ്മുടെ മാതാപിതാക്കൾ ഞാൻ സ്തുതിക്കുന്ന ബലഹീനായ എന്നെ നിന്റെ കൃപയാൽ വിളിച്ച കാലം എന്റെ പക്കലേക്ക് ഞങ്ങളുടെ രക്ഷകനായ സംപ്രീതനായ സകല മനുഷ്യൻ പാപങ്ങൾ മോചിച്ചു. ഞങ്ങളുടെ പ്രിയപ്പെട്ട അനുഭവത്തിന്റെ മരണത്തിലെ സംസ്കാരത്തിന്റെ ഓർമ്മയായിരിക്കുന്നു. ഈ ബലി നമുക്ക് സഹായത്തിന് രക്ഷിക്കും. സ്വർഗരാജ്യത്തിന് ജീവനും കാരണമാകട്ടെ. കർത്താവെ ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ, കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവെ, സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങ് സകലത്തിന്റെയും കാരണഭൂതനും സൃഷ്ടാവുമാകുന്നു. അഗ്രാഹ്യവും അവർണ്ണനീയവും മഹോന്നതവുമായ കാര്യങ്ങൾ നിർവഹിക്കുന്ന മഹത്വമുള്ള രാജാവും അങ്ങ് തന്നെയാകുന്നു. അങ്ങയുടെ ഏകജാതനായ കർത്താവ് ഈശോ മിശിഹ തന്റെ മനുഷ്യ സ്വഭാവത്താൽ പൂർത്തിയാക്കിയ അത്ഭുതാവഹവും ഭയഭക്തിജനകവുമായ രക്ഷാപദ്ധതി വഴി പുതുജീവൻ നൽകി ഞങ്ങളെ നവീകരിക്കുകയും പരിശുദ്ധാത്മാവിനെ അച്ചാരമായി നൽകുകയും ചെയ്തു. ഞങ്ങൾ അയോഗ്യരാണെങ്കിലും പരിശുദ്ധവും സ്തുത്യർഹവുമായ ദിവ്യരഹസ്യങ്ങളെ അറിയുന്നതിനും സമീപിക്കുന്നതിനും പൂർത്തീകരിക്കുന്നതിനും സ്വീകരിക്കുന്നതിനും ഇവയോട് ഏകീഭവിക്കുന്നതിനും അങ്ങയുടെ കൃപയാൽ അങ്ങ് ഞങ്ങളെ യോഗ്യരാക്കി. അങ്ങയുടെ ഏകജാതന്റെ കൃപയാലും കരുണയാലും ആദ്യം മുതൽ അങ്ങയെ പ്രസാദിപ്പിച്ചിട്ടുള്ള എല്ലാവരോടും കൂടെ അങ്ങേക്ക് ദിവ്യസുതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. സഹോദരനെ, വിശേഷ സ്നേഹത്തിൽ
നമുക്ക് എല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുകയും ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂതാ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാന സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സർവ്വത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവേൻ. സമാധാനം നമ്മോടും കൂടെ. മിശിഹാ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ. പൂർവ്വപിതാവാം ഇസഹാക്ക് യാക്കോബ് എന്നിവർ തൻ ദൈവമേ നിത്യം ആരാധ്യൻ. രാജാവേ നിൻ അഖില ചരാചര കർത്താവാ ദൈവത്തിനു ബലിയർപ്പിപ്പൂ. ഞങ്ങളുടെ മനസ്സിനെ എല്ലാ അശുദ്ധതയിലും എല്ലാ ദുഷ്ടതയിലും എല്ലാ അസൂയിലും വഞ്ചനയിലും അങ്ങയുടെ കരുണയാൽ തമ്മിൽ തമ്മിൽ സ്നേഹവും ഐക്യവും ഉളവാക്കണമേ. വിശുദ്ധവും ആത്മധൈര്യം നൽകുകയും സമാധാനം നമ്മോടും കൂടെ. കർത്താവായ ദൈവമേ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ അങ്ങയുടെ പരിശുദ്ധ നാമത്തെ എന്നും എല്ലായ്പ്പോഴും എവിടെയും ഏറ്റുപറയുകയും ആരാധിക്കുകയും ചെയ്യുക ഉചിതമാകുന്നു. എന്തുകൊണ്ടെന്നാൽ ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവും കർത്താവും അങ്ങാകുന്നു. അങ്ങയുടെ മഹത്വത്തിന്റെ പ്രകാശവും സത്യയുടെ പ്രതിച്ഛായയുമായ ഏകജാതനും ദൈവവുമായ വചനം വഴി ആകാശവും ഭൂമിയും അവയിലുള്ള സമസ്തവും അങ്ങ് സൃഷ്ടിച്ച് ക്രമപ്പെടുത്തി. പിതാവായ അങ്ങിൽ നിന്നുള്ളവനും സത്യാത്മാവുമായ പരിശുദ്ധാത്മാവ് സകല സൃഷ്ടികളെയും ശക്തരാക്കുകയും പവിത്രീകരിക്കുകയും അങ്ങയുടെ ആരാധ്യമായ ദൈവമഹത്വത്തിന് സ്തുതികൾ അർപ്പിക്കാൻ അർഹരാക്കുകയും ചെയ്തിരിക്കുന്നു. ത്രിത്വൈക ദൈവമേ, അങ്ങയുടെ സന്നിധിയിൽ ആയിരങ്ങളും പതിനായിരങ്ങളുമായ വാനവഗണങ്ങൾ ആനന്ദപൂർവ്വം തിരുനാമം നിരന്തരം പാടി സ്തുതിക്കുന്നു. കർത്താവേ, തുല്യരും അവിഭാജ്യരുമായ മൂന്നാളുകളായി ഏറ്റുപറയപ്പെടുന്ന അങ്ങയുടെ പരമപരിശുദ്ധിയുടെ മുൻപാകെ എല്ലാ സ്വർഗീയഗണങ്ങളും സദാസ്തുതികൾ അർപ്പിക്കുന്നു. അവരോട് ചേർന്ന് ബലഹീനമായ മർത്യഗണം പരമോന്നതനായ അങ്ങയെ പാടി സ്തുതിക്കുന്നു. ഒന്നായുച്ചസ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു, സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവമേ, അങ്ങ് പരിശുദ്ധനാവുന്നു. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവ്. സകല പെരുത്തും പുത്രനായ ദൈവമേ, അങ്ങ് പരിശുദ്ധനാവുന്നു. എല്ലാം അങ്ങ് സൃഷ്ടിക്കപ്പെട്ടു. പരിശുദ്ധാത്മാവേ, അങ്ങ് പരിശുദ്ധനാവും. എല്ലാം നവീകരിക്കപ്പെട്ടു. ഹാനിക്ക് ദുരിതം നിരസ്വസ്ഥമായിരിക്കുന്നു. പിതാവേ, ദാവീദിൻ സുതരോസാന, കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും വീണ്ടും വരുവോനും ധന്യം. ഉന്നത വീഥിലോസാന, കർത്താവായ ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയും ഞങ്ങൾക്ക് നൽകിയ സകല കൃപാപരങ്ങൾക്കുമായി അങ്ങ് ഏറ്റുപറയുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. മനുഷ്യരായ ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി ഏകജാതനും വചനവുമായ ദൈവം അങ്ങയോടുള്ള സമാനത പരിഗണിക്കാതെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ കന്യകയിൽ നിന്ന് മനുഷ്യത്വം സ്വീകരിച്ച് മർത്യമായ ശരീരവും അമർത്യമായ ആത്മാവും സ്വീകരിച്ചു.
ലോകസൃഷ്ടിക്ക് മുമ്പ് തന്നെ അങ്ങയുടെ അനന്ത ജ്ഞാനത്താൽ ഒരുക്കപ്പെട്ടിരുന്ന മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാപദ്ധതി മുഴുവനും കാലത്തിന്റെ തികവിൽ അവിടുന്ന് തന്റെ കരങ്ങൾ വഴി നിറവേറ്റുകയും പൂർത്തിയാക്കുകയും ചെയ്തു. ദൈവത്വത്തിന്റെ പൂർണ്ണത മുഴുവനും അവിടുന്ന് വസിക്കുന്നു. അവിടുന്ന് സഭയുടെ ശിരസ്സും മരിച്ചവരിലുള്ള ആദ്യജാതനുമാവുന്നു. സകലത്തിന്റെയും പൂർത്തീകരണവും സകലവും പൂർത്തിയാക്കുന്നവനും അവിടുന്ന് ആവുന്നു. നിത്യനായ പരിശുദ്ധ റൂഹ വഴി അവിടുന്ന് തന്നെ നിർമ്മലമായി ദൈവത്തിന് ബലിയർപ്പിക്കുകയും തൻ്റെ ശരീരത്തിന്റെ ഒരിക്കൽ മാത്രമുള്ള അർപ്പണത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്തു. കുരിശിലെ തന്റെ രക്തത്താൽ സ്വർഗത്തെയും ഭൂമിയെയും രമ്യതപ്പെടുത്തി ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം അവിടെ ഏൽപ്പിച്ചു കൊടുക്കപ്പെടുകയും ഞങ്ങളെ നീതീകരിക്കുവാൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ തന്റെ വിശുദ്ധ സ്നേഹന്മാരോടുകൂടെ മഹനീയവും പരിശുദ്ധവും ദൈവികവുമായ രഹസ്യം ഈശോ പരികർമ്മം ചെയ്തു. തന്റെ പരിശുദ്ധമായ കരങ്ങളിൽ അപ്പമെടുത്ത് വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് ലോകത്തിന്റെ ജീവന് വേണ്ടി പാപമോചനത്തിനായി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങളുടെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ഈ ദാസർ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. മനുഷ്യവംശത്തിന് മുഴുവൻ രക്ഷ നൽകിയ സമുന്നതവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവുമായ രഹസ്യം എളിയവരും ബലഹീനരും നിസ്സാരരുമായി ഞങ്ങൾ നിന്റെ കൃപയാൽ അനുഷ്ഠിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു, അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ പാപം മൂലം അയോഗ്യരായിരുന്നിട്ടും അങ്ങ് കാരുണ്യാതിരികത്താൽ ഞങ്ങളെ അങ്ങിലേക്ക് അടുപ്പിക്കുകയും പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ നവീകരിച്ച് വിശുദ്ധീകരിക്കുകയും ചെയ്തു. ഞങ്ങളെ രക്ഷയ്ക്കായുള്ള ഭയഭക്തിജനകവും ദൈവീകവുമായ ശുശ്രൂഷ അങ്ങയുടെ മുമ്പാകെ പരികർമ്മം ചെയ്യുന്നതിന് അങ്ങ് ഞങ്ങളെ യോഗ്യരാക്കി. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളുടെ കർത്താവുമായി ഈശോ വഴി ഞങ്ങൾക്ക് എല്ലാവർക്കും കൈവന്ന മഹത്തായ രക്ഷ കൃതജ്ഞതാപൂർവം ഞങ്ങൾ ഏറ്റുപറയുന്നു. ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടിന്റെ രഹസ്യമാവുന്ന സജീവവും പരിശുദ്ധവും സ്വീകാര്യവുമായ ബലി നുറുങ്ങിയ ഹൃദയത്തോടും എളിയ ആത്മാവോടും കൂടെ അങ്ങയുടെ മഹനീയ ത്രിത്വത്തിന് മുമ്പാകെ ഞങ്ങൾ അർപ്പിക്കുന്നു. പാപമോചനത്തിന് അർപ്പിക്കപ്പെടുന്ന നിർമ്മലവും പരിശുദ്ധവുമായ ബലിയിൽ അങ്ങ് സംപ്രീതനാകണമേ. മറുപടിയായി ആമേൻ. കർത്താവേ, കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, പരിശുദ്ധ കത്തോലിക്ക സഭയിൽ അങ്ങയുടെ ശാന്തിയും സമാധാനവും എന്നെന്നും വസിക്കുവാനിടയാക്കണമേ. കലഹങ്ങളും ഭിന്നതകളും പീഡനങ്ങളും വിഭാഗീയതകളും സഭയിൽ നിന്ന് അകറ്റണമേ. നിർമ്മല ഹൃദയത്തോടും ഏകമനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ ഞങ്ങൾ എല്ലാവരും ഐക്യത്തിൽ ജീവിക്കുവാനിടയാക്കണമേ. സത്യത്തിന്റെ ശുശ്രൂഷ നിർവഹിക്കുന്ന സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർ ലിയോ പാപ്പായും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ മെത്രാപ്പൊലീത്തായും ഞങ്ങളുടെ അതിരൂപത അഡ്മിനിസ്ട്രേറ്റർ ജോസഫ് മെത്രാപ്പൊലീത്തായും
എല്ലാ മെത്രാന്മാരും പുരോഹിതന്മാരും ശംശാനമാരും സമർപ്പിതരും അൽമായ പ്രേക്ഷിതരും തിരുമുൻപിൽ നിർമ്മലതയോടും ഭക്തിയോടും വിശുദ്ധിയോടും കൂടി ശുശ്രൂഷ ചെയ്യുന്നതിനും അങ്ങയെ പ്രസാദിപ്പിക്കുന്നതിനും ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹ പ്രത്യക്ഷനാകുമ്പോൾ മഹോന്നത ഭാഗ്യത്തിന് യോഗ്യരാവുന്നതിനും ഇടയാക്കേണമേ. കർത്താവായ ദൈവമേ, ഇവിടെയും മറ്റെല്ലാ ദേവസ്ഥലങ്ങളിലുമുള്ള പരിശുദ്ധ കത്തോലിക്ക സഭയുടെ മക്കളെല്ലാവരും ജീവന്റെ രക്ഷയ്ക്ക് വേണ്ടി സത്യവിശ്വാസത്തോടും സൽപ്രവൃത്തികളോടും തിരുമുമ്പാകെയുള്ള ആരാധനയിൽ വളരുവാനിടയാക്കണമേ. പാപിയും അയോഗ്യനുമായ ദാസനെയും ഈ ബലിയിൽ പ്രത്യേകമായി അനുസ്മരിക്കപ്പെടുന്ന എല്ലാവരെയും കുടുംബത്തെയും തിരുസന്നിധിയിൽ കൃപയും ദയയും കണ്ടെത്താൻ യോഗ്യരാക്കണമേ. അങ്ങയുടെ കൃപയാൽ ഭൂമിയുടെ ഫലങ്ങളെല്ലാം കാലാവസ്ഥയെയും വത്സരത്തിന് വിളവുകളെയും അനുഗ്രഹിക്കണമേ. കർത്താവെ, സത്യവിശ്വാസത്തോടെ ഈ ലോകത്ത് മരിച്ചുപോയവർ നിത്യ സൗഭാഗ്യത്തിൽ പ്രവേശിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് മാത്രമാണ് സത്യത്തിന്റെ പിതാവായ ദൈവമെന്ന് എല്ലാ മനുഷ്യരും അറിയണമെന്നും യഥാർത്ഥ ജ്ഞാനത്തിലേക്ക് തിരിഞ്ഞ് എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും അങ്ങ് ആഗ്രഹിക്കുന്നുവല്ലോ. അങ്ങ് അനാദി മുതൽ കർത്താവാണെന്നും സൃഷ്ടിക്കപ്പെടാത്തവനും സകലത്തിനെയും സൃഷ്ടാവുമായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമാണെന്നും അവർ അറിയട്ടെ. മനുഷ്യവംശത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവപുത്രനും ദൈവവചനവുമായ കർത്താവ് ഈശോ മിശിഹ പൂർണ്ണ മനുഷ്യത്വം ധരിച്ച് ദൈവത്തിന്റെ ശക്തിയാലും പരിശുദ്ധാത്മാവിനാലും സകലതും പൂർത്തീകരിക്കുകയും നീതീകരിക്കുകയും ചെയ്തുവെന്നും അവിടുന്ന് ദൈവത്തിന്റെയും മനുഷ്യരുടെയും മധ്യസ്ഥനും നിത്യജീവന്റെ ദാതാവുമാണെന്നും എല്ലാവരും ഗ്രഹിക്കട്ടെ. കർത്താവേ, ആരാധ്യനായ ദൈവമേ, ഞങ്ങളുടെ അധരങ്ങളുടെ ഫലമായ ഈ സ്തോത്രബലി കാരുണ്യപൂർവ്വം സ്വീകരിച്ച് ഞങ്ങളിൽ സമാധാനം നമ്മോടുകൂടെ. നമ്മുടെ തല കുനിച്ച് പരിശുദ്ധാത്മാവിന്റെ വരവിന് വേണ്ടി ആഗ്രഹിച്ച് പൂർണ്ണതയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന്റെ കൃപ ഞങ്ങളുടെയും ഈ കുർബാനയുടെയും മേൽ ഇറങ്ങി വരട്ടെ. ഈ അപ്പത്തിലും ഈ കാസയിലും അവിടുന്ന് അധിവസിച്ച് ഇവയെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും മുദ്രിതമാക്കുകയും ചെയ്യട്ടെ. കർത്താവേ, അങ്ങയുടെ നാമത്തിന്റെ ശക്തിയാൽ ഈ അപ്പവും ഈ കാസയും മിശിഹായുടെ ശരീരവും രക്തവുമായി ഭവിക്കട്ടെ. സത്യവിശ്വാസത്തോടെ ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുകയും കാസയിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുന്നവർക്ക് ഇവ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും ആത്മാവിന്റെയും ശരീരത്തിന്റെയും രക്ഷയ്ക്കും നിത്യമഹത്വത്തിനും കാരണമാകട്ടെ. ദിവ്യകൽപ്പനകൾക്ക് അനുസൃതം വ്യാപരിച്ച് അങ്ങേ പ്രസാദിപ്പിച്ച എല്ലാവരോടുമൊപ്പം സ്വർഗഭാഗ്യത്തിൽ നിത്യഭാഗ്യം അനുഭവിക്കുവാൻ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയാൽ ഞങ്ങളേവരും യോഗ്യരാവട്ടെ. സ്വർഗത്തിലും ഭൂമിയിലും ഞങ്ങളെല്ലാവരും ഒന്നിച്ച് പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും യോഗ്യമാം വിധം സ്തുതിക്കുകയും ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുമാറാവട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രതിതാപാപമോചനം രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. നിന്റെ തിരുശരീരത്താൽ എന്റെ ശരീരത്തെ ഘോഷണം ചെയ്യുന്നു. മിശിഹായുടെ
തിരുരക്തം അവിടെ തിരുശരീരത്തിൽ ഊഷ്മ ചെയ്യപ്പെട്ട പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിലാമേ. വിശുകാരുടെ തിരുശരീരം തിരുരക്തം പിതാവിന്റെ പുത്രന്റെ ശരീരം ചേർക്കുമ്പോഴേക്കും എല്ലാ പ്രാർത്ഥനകളും നമ്മുടെ നിയോഗങ്ങളും എന്നെ വിശദീകരിക്കുന്നു. നീതിയുടെ വാതിൽ ഞങ്ങൾക്കായി തുറക്കണമേ. അനുതാപികളാമേവർക്കും വാതിൽ തുറന്നു കൊടുത്തവനാം കരുണാമയനാം കർത്താവേ, നിൻ സവിധേ വന്ദനവരണം, നിൻ സ്തുതികൾ ഞങ്ങൾ പാടട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തിലുള്ള രഹസ്യങ്ങളെ നമുക്ക് എല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിലുള്ള നശനത്തോടെ അപരാധം കൊണ്ട് നിർജ്ജുകൊണ്ടും പാവങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചും സഹോദര തെറ്റു ക്ഷമിച്ചും കൊണ്ട് നമുക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാവനും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. നമ്മുടെ മനസ്സാക്ഷി ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ജീവരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇത് ഞങ്ങളുടെ ശരീരങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുകയും നമുക്ക് പ്രാർത്ഥിക്കണം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങയെ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരും സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ നീ പവിത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ നിന്റെ സമാധാനവും ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകൾ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന അധരങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രം ആലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നത് ഉപദേശിച്ചുകൊണ്ട് നീ ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നിൽ ലഭിച്ച മനോശാസ്ത്രം ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാവരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണം. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാവരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങൾ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. യോഗ്യരാണ്. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. സഹോദരരെ, സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ദൈവത്തിന്റെ
തിരുശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭങ്ങളെ ക്ഷണിക്കുന്നു. മിശിഹായുടെ തിരുശരീര രക്തങ്ങൾ രക്ഷനാകട്ടെ. 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 മിശിഹായുടെ തിരുശരീര രക്ഷനാകട്ടെ. മിശിഹായുടെ തിരുശരീര രക്ഷനാകട്ടെ. മിശിഹായുടെ തിരുശരീര രക്തങ്ങൾ 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 രക്ഷനാകട്ടെ. അങ്ങയുടെ കാരുണ്യം കാമ്യമാണ്. എന്റെ അധരങ്ങളെ സ്തുതിക്കും. എന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ അങ്ങയെ പുകഴ്ത്തും. ഞാൻ കൈകൾ ഉയർത്തി അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കും. കിടക്കയിൽ ഞാൻ അങ്ങയെ ഓർക്കുകയും രാത്രിയാമങ്ങളിൽ അങ്ങയെ കുറിച്ചു ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ മച്ചയും മേധസ്സും കൊണ്ടെന്ന പോലെ സംതൃപ്തി അടയുന്നു. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവിതായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുള്ള യോഗ്യരായപ്പെട്ട നമുക്ക് എല്ലാവർക്കും ഇവിടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, മിശിഹായെ ലോകരക്ഷകനായി ഞങ്ങൾക്ക് നൽകി അങ്ങയുടെ സ്നേഹാതിരികത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. മിശിഹായുടെ ശരീരരക്തങ്ങൾ സ്വീകരിച്ച് ഞങ്ങൾ എന്നും അങ്ങയുടെ സജീവ സാക്ഷികളായി തീരട്ടെ. അങ്ങയുടെ ദാനത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. പിതാവിന്റെ പ്രതിരൂപമായ മിശിഹായെ, നിന്നിൽ പിതാവിനെ കാണുവാനും തിരുപ്പിറവിയുടെ ആനന്ദത്തിൽ ജീവിക്കുവാനും ഞങ്ങൾ അനുഗ്രഹിച്ച് ഞങ്ങൾ നന്ദി പറയുന്നു. വിശുദ്ധ കുർബാനയിലൂടെ നിന്നെ തന്നെ ഞങ്ങൾക്ക് ഭക്ഷണപാനീയങ്ങളായി നൽകിയതിന് ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. രക്ഷയുടെ അച്ചാരമായ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾക്ക് നിത്യസൗഭാഗ്യത്തിന് കാരണമാവട്ടെ. സകലത്തിനെയും നാഥായി എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും
അങ്ങ് പരിശുദ്ധൻ 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 ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും കർത്താവാം മിശിഹാ വഴിയായി ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവാം സകലേശൻ വിരവൊടു നമ്മിൽ വർഷിച്ചു. സ്വലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭാഗ്യമാർന്നിടാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. എന്റെ ശരീരം ഭക്ഷിക്കും, എൻ രക്തം പാനം ചെയ്യും. മാനവൻ എന്നിൽ നിവസിക്കും, അവനിൽ ഞാനും നിശ്ചയമായി. വിധിയിൽ വീഴാതവനെ ഞാൻ അന്തിമ ദിവസമുയർപ്പിക്കും. നിത്യായുസ്സവനേകും ഞാൻ, ഏവം നാഥനരുൾ ചെയ്തു. അരുളിയ പോലിന്നീ ബലിയിൽ പങ്കാളികളാമഖിലർക്കും ദൈവം കനിവാർന്നരുളട്ടെ. ദിവ്യാനുഗ്രഹമെന്നെന്നും നമ്മുടെ ജീവിത പാതകളിൽ ആവശ്യകമാം ദാനങ്ങൾ നൽകിയ അനുഗ്രഹമരുളട്ടെ. ദൈവം കരുണയോടെന്നെന്നും. ജീവൻ നൽകും ദൈവികമാം ശുദ്ധിയെഴുന്ന രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാം അഖിലരിലും ദൈവം വരനിര ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആമേൻ. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സുസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സുസ്തി. ഞാൻ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇത് ബലിയർപ്പിക്കുവാൻ ഞാൻ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ. ഉൾക്കൊണ്ട നിന്റെ ദാസരിൽ സ്നേഹത്തോടും ഇടുന്ന കാര്യം
പരിശുദ്ധാത്മാവിന്റെ വീണ എന്നറിയപ്പെടുന്ന വിശുദ്ധ അപ്രേൽ എന്ന സഭാപിതാവിന്റെ. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി കൂടുതൽ ഞാനിവിടെ സംസാരിക്കാൻ പോയാൽ ഭക്ഷണം ആയിപ്പോകും. അതുകൊണ്ട് നമ്മൾ വേഗം ഈ ഇത്രയും മനോഹരമായ ബലിയർപ്പണത്തിന് ശേഷം ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. അച്ഛന് പ്രത്യേകം നന്ദി. താങ്ക് യു വെരി മച്ച്. ഞാൻ നിങ്ങളുടെ സാക്രിഫൈസ്, നിങ്ങൾ നിത്യം കുർബാന വൈകുന്നേരം പോയി കണ്ടേക്കണേ. എനിക്കിത് വളരെ വലിയൊരു നിധിയാണ്. ഇനി ഒരു ബലിയർപ്പിക്കാൻ എപ്പോഴാണ് വരണമെന്ന് അറിഞ്ഞു. ഒരു നാൾ കഴിഞ്ഞിട്ടാണ് ഇനി എനിക്ക് ഇത് കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഭക്ഷണം നമ്മളെപ്പോ വരും? 1:50 നല്ല